ഫീൽഡ്സ് ആണ് അടുത്ത ചാപ്റ്റർ. എവരി ഫൈനൈറ്റ് ഫീൽഡ് ഹാസ് പ്രൈം പവർ ഓർഡർ. ഫൈനൈറ്റ് ഫീൽഡിൻ്റെ എല്ലാ ഓർഡർ എങ്ങനെ ആയിരിക്കും? പ്രൈം പവർ ആയിരിക്കും. തിയറം 22.1 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ്സ്. ഫോർ ഈച്ച് പ്രൈം ബി ആൻഡ് ഈച്ച് പോസിറ്റീവ് ഇൻറ്റിജർ എൻ ദെയർ ഈസ് അപ് ടു ഐസോമോർഫിസം എ യുണീക്ക് ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ. Okay, for each prime p and each positive integer n, there is up to isomorphism a unique finite field of order p raised to n. ഓരോ പ്രൈമിനും ഓരോ പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനും നമുക്ക് ഒരു പി റേസ് ടു എൻ ഓർഡറുള്ള ഒരേ ഒരു ഫീൽഡായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. കൺസിഡർ ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ഓവർ ഇസഡ് ടു പി. Consider the splitting field f of x is equal to x raised to p raised to n minus x over z to p. x raised to p raised to n minus x എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യണം. ഓവർ സെറ്റ് പി വി വിൽ ഷോ ദാറ്റ് ഓർഡർ ഓഫ് ഇ ഈസ് ഈക്വൽ ടു പി റേസ് ടു എൻ. അപ്പം ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡായ ഇൻ്റെ ഓർഡർ പി റേസ് ടു എൻ ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സിൻസ് എഫ് ഓഫ് എച്ച് സ്പ്ലിറ്റ്സ് ഇൻ ഇ വി നോ ദാറ്റ് എഫ് ഓഫ് എച്ച് ഹാസ് എക്സാക്ട്ലി പി റേസ് ടു എൻ സീറോസ് ഇൻ ഇ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി പി റേസ് ടു എൻ ആണല്ലോ. പി റേസ് ടു എൻ ഡിഗ്രി ഉള്ള പോളിനോമിയൽ പി റേസ് ടു എൻ സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, മൾട്ടിപ്ലിസിറ്റി ഉൾപ്പെടെ. അപ്പം ഈ ഓർഡർ ഓഫ് ഇ എന്ന് പറയുന്നത് ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഈക്കകത്തിൽ ഉറപ്പായിട്ട് ഈ പി റേസ് ടു എൻ സീറോസ് ഉണ്ടായിരിക്കുമല്ലോ. ഓൾസോ ബൈ തിയറം 20.5 എവരി സീറോ എഫ് ഓഫ് എക്സ് ഹാസ് മൾട്ടിപ്ലിസിറ്റി 1. അപ്പം ഈ തിയറം 20.5 ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി, ഓരോന്നിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഓരോ സീറോയുടെയും മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള എത്ര സീറോസ് ഉണ്ട്? പി റേസ് ടു എൻ സീറോസ് ഡിഫറൻ്റ് ആണ്. ദസ് എഫ് ഓഫ് എക്സ് ഹാസ് പി റേസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഇൻ ക്യാപിറ്റൽ ഇ. അപ്പം എഫ് ഓഫ് എക്സിന് എത്ര ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട്? പി റേസ് ടു എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട്. Also the set of zeros of f of x is capital E. Set of zeros of f of x in capital E is closed under addition, subtraction, multiplication and division by non-zero elements. സെറ്റ് ഓഫ് സീറോസ് എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സിൻ്റെ സെറ്റ് ഓഫ് സീറോസ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയിരിക്കും, സബ്ട്രാക്ഷൻ ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, ഡിവിഷൻ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണത് ശരിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. എയും ബിയും രണ്ട് സീറോസ് എടുക്കുന്നു. ഇതിൻ്റെ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിൻ്റെ രണ്ട് സീറോസ് ആണ് എയും ബിയും. ദെൻ എ റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ ടു എ ആൻഡ് ബി റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ ടു ബി. ദെൻ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ ടു എ റേസ് ടു പി റേസ് ടു എൻ എ പ്ലസ് ബി റേസ് ടു പി റേസ് ടു എൻ ഓവർ ഇസഡ് പി. ഇസഡ് പി ആണ് നമ്മുടെ ഫീൽഡ് ഇസഡ് പി ആയതുകൊണ്ട് തന്നെ ഓവർ ഇസഡ് പി ആണ് നമ്മൾ നോക്കുന്നത്. അത് തന്നെ, ഓവർ ഇസഡ് പി ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനകത്ത് പി വന്നു കഴിഞ്ഞാൽ എന്താവും? അത് സീറോ ആവും. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുമ്പം പി റേസ് ടു എൻ C1 അങ്ങനെ വരുമല്ലോ. അതിനകത്ത് പി റേസ് ടു എന്നിനകത്ത് പി ഉണ്ട്. പി വരുന്ന എല്ലാ സംഭവങ്ങളും സീറോ ആയി മാറും. അപ്പം റിമെയിൻ ചെയ്യുന്ന എ റേസ് ടു പി റേസ് ടു എൻ എ പ്ലസ് ബി റേസ് ടു പി റേസ് ടു എൻ ആണ്. ഇനി എ റേസ് ടു പി റേസ് ടു എൻ എയും ബി റേസ് ടു പി റേസ് ടു എൻ ബിയും ആണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എ പ്ലസ് ബി അല്ലേ. അതായത് എക്സ് റേസ് ടു പി റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി എയും ബിയും റൂട്ടാണ്, എ പ്ലസ് ബി റൂട്ടാണ്. റൂട്ട് മീൻസ് 0. ഇനി എ മൈനസ് ബി ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി എ ഇൻറ്റു ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ എ റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു പി റേസ് ടു എൻ. എ ഇൻറ്റു ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ എ ബി എന്ന് കിട്ടും. ഇംപ്ലൈസ് എ ബി ഈസ് എ സീറോ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, എ ബിയും അതിൻ്റെ സീറോ ആണ് നമുക്ക് കിട്ടി. ഇനി എ ബൈ ബി ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ എ റേസ് ടു പി റേസ് ടു എൻ ഡിവൈഡ് ബൈ ബി റേസ് ടു പി റേസ് ടു എൻ എന്ന് കിട്ടും. ഈക്വൽ ടു എ ബൈ ബി എന്ന് കിട്ടും. ഇപ്പോൾ എ ബൈ ബി അതിൻ്റെ ഒരു സീറോയാണ്. ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് സീറോസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറ്റ് സെൽഫ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് സെറ്റ് പി ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ്. അപ്പോൾ സെറ്റ് ഓഫ് സീറോസ് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ഫോം ചെയ്യുന്നുണ്ട്? സെറ്റ് ഓഫ് സീറോസ് അത് മാത്രമായിട്ടൊരു ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഫീൽഡ് ആണെന്ന് ഉള്ളതിൻ്റെ പ്രൂഫാണ് ഈ എ പ്ലസ് ബി ഉണ്ടാവുക, എ മൈനസ് ബി ഉണ്ടാവുക, എ ഇൻറ്റു ബി ഉണ്ടാവുക, എ ബൈ ബി ഉണ്ടാവുക. അപ്പോൾ അത് മാത്രമായിട്ട് സെറ്റ് ഓഫ് സീറോസ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ഫോം ചെയ്യും? അതൊരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഫോം ചെയ്യും.
ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ്. ദെയർ ഫോർ ദ സെറ്റ് ഓഫ് സീറോസ് മാത്രം എടുത്താൽ ഫീൽഡ് ഫോം ചെയ്യും. അപ്പം ആ സെറ്റ് ഓഫ് സീറോസിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ആ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ, കാരണം സീറോസ് എല്ലാം അവിടെ ഉണ്ടല്ലോ. ഇനി അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്, അത് ക്യാപിറ്റൽ ഇ ആണ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ട് സെയിം ആണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീൽഡാണ്. സെറ്റ് ഓഫ് സീറോസ് ഒരു ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ദെയർ ഫോർ ദ സെറ്റ് ഓഫ് സീറോസ് എഫ് എക്സ് ഇസ് ഇ. ദെയർ ഫോർ ഓർഡർ ഓഫ് ഇ എന്ന് പറയുന്നത് എന്തുവാ? പി റേസ് ടു എൻ ആണ്. ടു ഷോ ദാറ്റ് ദെയർ ഈസ് എ യുണീക്ക് ഫീൽഡ് ഫോർ ഈച്ച് പ്രൈം പവർ, സപ്പോസ് ദാറ്റ് കെ ഈസ് എനി ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു. നമുക്ക് കാണാം. ഇപ്പോൾ ഓർഡർ ഓഫ് ഈ പി റേസ് ടു എൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് ടു ഷോ ദാറ്റ് ദെയർ ഈസ് എ യുണീക്ക് ഫീൽഡ് ഫോർ ഈച്ച് പ്രൈം പവർ, സപ്പോസ് ദാറ്റ് കെ ഈസ് എനി ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ. ഓരോ പ്രൈം പവറിനും ടു ഷോ ദാറ്റ് ദെയർ ഈസ് എ യുണീക്ക് ഫീൽഡ് ഫോർ ഈച്ച് പ്രൈം പവർ, സപ്പോസ് ദാറ്റ് കെ ഈസ് എനി ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ. ഓരോ പ്രൈം പവറിനും നമുക്ക് ഓരോ യുണീക്ക് ഫീൽഡാണുള്ളത്. സപ്പോസ് ദാറ്റ് കെ ഈസ് എനി ഫീൽഡ് ഓഫ് ഓർഡർ, ഏതോ ഒരു ഫീൽഡാണെന്ന് വിചാരിക്കുക. യുണീക്കാണെന്ന് കാണിക്കാൻ വേണ്ടി വേറൊരെണ്ണം എടുക്കുന്നു. ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. ദെൻ കെ ഹാസ് എ സബ്ഫീൽഡ് ഐസോമോർഫ് ടു ഇസെഡ് പി ജനറേറ്റഡ് ബൈ 1. നമുക്ക് 1ൻ്റെ പി റേസ് ടു എൻ ഓർഡർ വരുന്ന ഒരു ഫീൽഡാണ്. അതിനകത്ത് പി ഓർഡർ വരുന്ന ഒരു എലമെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം പി ഡിവൈഡ്സ് പി റേസ് ടു എൻ ആണ്. ആ പി ഓർഡർ വരുന്ന എലമെൻറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എലമെൻറ്റ്സ് കിട്ടും. പി എലമെൻറ്റ്സ് ഉള്ള ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതാ ഇസെഡ് പി ആ. കെ ഹാസ് എ സബ്ഫീൽഡ് ഐസോമോർഫ് ടു ഇസെഡ് പി ജനറേറ്റഡ് ബൈ 1 ആൻഡ് ബിക്കോസ് ദ നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് കെ ഫോം എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഇഫ് ഓർഡർ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ മൈനസ് 1. നോൺ സീറോ എലമെൻറ്റ്സ് ഈ കെയ്ക്കകത്തിലെ നോൺ സീറോ എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യും? മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ ഫോം ചെയ്യും. കാരണം നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഓർഡർ പി റേസ് ടു എൻ മൈനസ് 1 ആണ് എന്നറിയാമല്ലോ. ആൻഡ് എവരി എലമെൻറ്റ് ഓഫ് കേസ് 0 എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. എക്സ് റേസ് ടു നമുക്ക് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഓർഡർ പി റേസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 ഇസിക്കൽ 1 എന്ന് കിട്ടുമല്ലോ. സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം എക്സ് റേസ് ടു പി റേസ് ടു എൻ ഇസിക്കൽ എക്സ് എന്ന് കിട്ടും. എക്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0യും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് കിട്ടും. അപ്പോൾ 0യും നോൺ സീറോ എലമെൻറ്റ്സും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റ് ഓഫ് സീറോസായി. ഒരു എലമെൻറ്റ് കേസ് 0 എഫ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. So K must be a splitting field for f of